സംസ്ഥാനത്ത് വിജിലൻസ് സംവിധാനത്തെ പൂർണ്ണമായും നിർജീവമാക്കി പിണറായി സർക്കാർ. വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ താഴെ തലത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉയർന്ന പദവിയുള്ള ഉദ്യോഗസ്ഥരില്ല. വിജിലൻസ് ഡയറക്ടർ അവധിക്ക് അപേക്ഷിച്ചതോടെ SP പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് പകരം ചുമതല സർക്കാർ നൽകിയിരിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് വിജിലൻസിനെ നിർജീവമാക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയത്. ആദ്യഘട്ടമായി സ്വന്തം നിലയ്ക്ക് കേസെടുക്കുന്നതിന് വിജിലൻസ് യൂണിറ്റുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. യൂണിറ്റുകളിൽ ലഭിക്കുന്ന പരാതികൾ വിജിലൻസ് ആസ്ഥാനത്തേക്ക് നൽകാനായിരുന്നു നിർദ്ദേശം. ഇവിടെ പരിശോധിച്ച ശേഷം കേസെടുത്ത് അന്വേഷിക്കേണ്ടവ യൂണിറ്റുകളിലേക്ക് നൽകും. CPMന് താൽപ്പര്യമുള്ള പരാതികളിൽ ഇതോടെ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അന്വേഷിക്കുന്ന കേസുകളിലും തുടർ നടപടികൾ നിലയ്ക്കുകയാണ്. അതേസമയം രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കൃത്യമായി വിജിലൻസിനെ സർക്കാർ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിനിടെയാണ് വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ ഉയർന്ന പദവിയുള്ള ഉദ്യോഗസ്ഥരെയും വിജിലൻസിൽ സർക്കാർ നിയമിക്കാത്തത്. മുൻപ് DGP റാങ്കിലുള്ള വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും വിജിലൻസിനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ നിയമനം സർക്കാർ നടത്തിയിട്ടില്ല. ഇതിനാൽ നിലവിലെ ഡയറക്ടർ അവധിക്ക് അപേക്ഷിച്ചപ്പോൾ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സർക്കാർ വിജിലൻസ് ഡയറക്ടറുടെ ചുമതല നൽകിയത്. സംസ്ഥാനത്തെ അഴിമതികൾ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനത്തിനാണ് ഈ ദുർഗതി. അപ്രധാന തസ്തികകൾ നൽകി സർക്കാർ പല IPS ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. പക്ഷേ വിജിലൻസിലേക്ക് മാത്രം തസ്തിക ഒഴിഞ്ഞുകിടന്നിട്ടും ആരെയും നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. R. രാജീവ്, ജനം, തിരുവനന്തപുരം.